ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ്. അതൊരു ഹാഫ് ഡേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം, മാക്സിമം ഞാൻ ഫുൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ മമ്മി ചർച്ചിൽ പോയി, ഞങ്ങൾ രണ്ടും പോയിണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള ഞങ്ങളുടെ ഒരു ദിവസമാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് മാത്തപ്പനെ അതുപോലെ നമ്മൾ പാമ്പേഴ്സ് എല്ലാം മാറ്റി കുറച്ച് നേരം അവനെ നമ്മൾ തറയിൽ പായിട്ട് കിടത്തും. അവിടെ കുറച്ച് നേരം കിടന്ന് കളിക്കട്ടെ എന്ന് ഓർത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പൊതിച്ചോറ് തിന്നാൻ ഭയങ്കര കൊതി. നോർമലി കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് അല്ലേ എല്ലാവർക്കും പൊതിച്ചോറ് തിന്നാൻ കൊതി വരുന്നത്. എനിക്ക് ആ സമയത്ത് ഈ സാധനം കാണുമ്പോൾ എന്തോ പോലെ എല്ലാ കറികളെല്ലാം ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മമ്മി എൻ്റെ പുറകെ നടന്ന സമയത്ത് എനിക്കിത് വേണ്ടായിരുന്നു. ഇപ്പം എനിക്കിത് തിന്നാൻ കൊതി വന്നപ്പോൾ പാവൻ രാവിലെ ചർച്ചിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് കറികളെല്ലാം എടുത്ത് ഒരുക്കി വെച്ച് തന്നു. എന്നിട്ട് ഞാനത് സെറ്റ് ചെയ്യും. ഞങ്ങൾക്ക് രണ്ടും കൂടെ പൊതിച്ചോറ് ഞാൻ കെട്ടുകയാണ്. എന്തായാലും ഓരോരോ ആഗ്രഹങ്ങൾ. ചോറ് കെട്ടിക്കഴിഞ്ഞ് മമ്മി വരുമ്പോഴത്തേക്കും അത് നല്ല കറക്റ്റ് പാകത്തിനായിക്കോളും. അപ്പോൾ അടുത്തത് നമ്മുടെ മാത്തപ്പൻ്റെ പരിപാടിയാണ്. ഇനി മാത്തപ്പൻ നമ്മൾ ആദ്യം ഒന്ന് ഫീഡ് ചെയ്തിട്ടാണ് ഞാൻ എണ്ണ തേപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൽ ഷീറ്റ് വിരിച്ചിട്ടാണ് അവിടെ കിടത്തിയാണ് എണ്ണ തേപ്പിക്കുന്നത്. കാരണം കുനിഞ്ഞ് നമ്മൾ ആ ഫ്ലോറിൽ അത് പായലിട്ട് എണ്ണ തേപ്പിക്കാൻ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ ഷീറ്റ് വിരിച്ചിട്ടാണ് അവനെ കിടത്തുന്നത്. അതുപോലെ അതിന് മുമ്പ് കുറച്ച് നേരം ഫീഡ് ചെയ്യും. കാരണം അവനെ എണ്ണ തേപ്പിച്ചിട്ട് പിന്നെയും കുറച്ച് നേരം കൂടെ ഞാൻ കിടത്തും. അധികം നേരമില്ല, കുറച്ച് നേരം കൂടെ ഞാൻ കിടത്തും. പോയി എനിക്ക് കുറച്ച് കാര്യങ്ങൾ കുടിക്കണം, പിന്നെ കുളിപ്പിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. എനിക്കറിയില്ല ഇത് ഫുൾ ഞാൻ വീഡിയോ ഇന്നത്തെ മൊത്തം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്, നോക്കാം. കഷ്ടപ്പെട്ട് ഉറക്കി എൻ്റെതായ പണി ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പം ദേണ്ട എഞ്ചോ ഒടുങ്ങണ്ടേ, എന്നെ ഒടുങ്ങാത്തെ. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇവിടെ എന്നുമില്ല ഇങ്ങനെ, പക്ഷെ ഫ്രൂട്ട്സ് കിട്ടുന്ന സമയത്ത് എണീറ്റ് അപ്പോൾ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഇന്നലെ കുടിച്ചതിന്റെ ബാക്കി പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ഇഷ്ടം. പൈനാപ്പിൾ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്, പക്ഷെ എനിക്ക് വാട്ടർമെലൺ ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇത് എനിക്ക് വേണ്ടി മാത്രം, തണുപ്പ് മമ്മി കുടിക്കില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം ഞാൻ അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാന്ന്. എന്നിട്ട് നമുക്ക് കുളിക്കാം. കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പം ഫ്രഷ് ആയിട്ട് കുടിക്കാം. പിന്നെ ഇടയ്ക്ക് മാത്രം എണീറ്റാൽ എന്റെ പരിപാടിയൊക്കെ തീരും. ബാക്കി എടുത്ത് വെച്ചേക്കാം.
ഇത് നമ്മുടെ മാക്ഡൊണാൾഡ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പം കൊക്കക്കോള വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാ. ഇതിനകത്ത് ഞാൻ യു അഗെയിൻ. ഹലോ, ഞാൻ ഉറങ്ങിക്കിടത്തിയതാണോ? ഓ, കൈയൊക്കെ ചവയ്ക്കുന്നു. ഉടക്കം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇന്ന് ഉറങ്ങത്തില്ല. അമ്മാമ്മ ഇല്ലാത്തതിന്റെ കുറുമ്പ് എൻ്റെ അടുത്ത് കാണിക്കാനാണോ? എൻജോയ് ഇറങ്ങാറ്റെ. അയ്യോ, ആ വായിക്കോട്ടെയൊക്കെ വിടുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ കുളി ബഹളങ്ങളൊക്കെ കഴിഞ്ഞു. മാത്തൻ ഇനി എപ്പോൾ എണീക്കെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇപ്പം തന്നെ എണീക്കും. എൻ്റെ ജ്യൂസ് മിക്സ് ചെയ്തേക്കാം. ഒരു ചെറിയ സ്കിൻ കെയർ റൂട്ടീൻ കൂടെ ചെയ്യാമെന്ന് ഓർത്തു. നല്ല സുഖം. അപ്പോൾ എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ കണ്ടോ പാടുകളുണ്ട്. ഞാനപ്പം നമ്മുടെ നിയാസിനമൈഡ്, ഡേം ഡോക്കിൻ്റെ നിയാസിനമൈഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അത്യാവശ്യം കുറവുണ്ട്. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ ആയിരുന്നു. ഇതായിരുന്നു. ഇത് തീർന്നു. ഇത് സൂപ്പറാട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫേസിനൊരു 2-3 ഡേയ്സ് ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നല്ലതാണ്. പക്ഷേ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ വരുന്നത് ഡേം ഡോക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഡേം ഡോക്ക് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും അത്യാവശ്യം നല്ലതാണ്. അപ്പം എൻ്റെ സ്കിൻ കെയറിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേസ് വാഷിൽ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ഫേസ് വാഷാണ്. പിന്നെ എൻ്റെ സ്കിൻ കെയറിൽ ഞാനിപ്പോൾ നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ മുഖത്ത് ഈ പാടുകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. മാത്രം എനിക്ക് തന്നെ പെട്ടെന്ന് എനിക്കൊന്ന് സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം കിടക്കണം. ഞാൻ ഇതുവരെ കിടന്നില്ല. അതാണ് സമ്മതിക്കാൻ ചാൻസ് കുറവാണ്. മിക്കവാറും ഇപ്പം തന്നെ പെട്ടെന്ന് ചാടി എണീക്കുക. എൻ്റെ കണ്ണാടി എണീക്കുക. ഇതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഞാൻ പിന്നെ ഈ പറഞ്ഞത് എനിക്ക് ഓൾ ടൈം ഫേവറേറ്റ് എൻ്റെ സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ കുറേ അധികം ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ സിമ്പിളിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ആളെണീറ്റ് ഞാൻ പെട്ടെന്ന് മോയ്സ്ചറൈസർ മതിയിട്ട് ഞാൻ കൊണ്ട് ചെല്ലട്ടെ. സിറം ഇട്ട് പുറകെ ഇടാൻ പാടില്ല. കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഇത് ബയോട്ടിക്കിൻ്റെ ലിബാമാണ്. നല്ലതാണ്. സിറം ഇട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ സൗണ്ട് എടുത്തു.